ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടിയും ടോട്ടൻഹാമിന് വേണ്ടിയും തിളങ്ങാത്തത് കൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ സമീപകാലത്ത് ഏൽക്കേണ്ടി വന്ന സ്ട്രൈക്കറാണ് റിച്ചാർലിസൺ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചെത്തുകയാണ്. അതായത് ടോട്ടൻഹാമിന് വേണ്ടി കളിച്ച അവസാനത്തെ 3 മത്സരങ്ങളിലും ഗോളടിക്കാൻ റിച്ചാർലിസന് കഴിഞ്ഞിട്ടുണ്ട്. ആ 3 ടീമുകളും വമ്പൻ എതിരാളികളായിരുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിന്റെ അവസാനത്തിൽ റിച്ചാർലിസൺ ഒരു ഹെഡർ ഗോൾ നേടി. എന്നിട്ട് ജേഴ്സി ഊരിക്കൊണ്ടുള്ള ഒരു വലിയ സെലിബ്രേഷനൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. പിന്നീട് അത് പാഴായി പോയി. കാരണം യുണൈറ്റഡ് സമനില ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷെ നല്ല ഒരു ഗോളായിരുന്നു റിച്ചാർലിസൺ നേടിയിരുന്നത്. പിന്നീട് ആഴ്സണലിനോട് 1-4 ഗോളുകൾക്ക് ടോട്ടൻഹാം പരാജയപ്പെട്ടു. ആ മത്സരത്തിൽ സ്പർസിന്റെ ഏക ഗോൾ നേടിയത് റിച്ചാർലിസൺ ആണ്. മികച്ച ഗോളായിരുന്നു. ഒരു ലോങ്ങിൽ നിന്നുള്ള ഒരു ഗോളായിരുന്നു അത്. പിന്നീട് PSG-ക്കെതിരെ 3-5 ഗോളുകൾക്ക് സ്പർസ് പരാജയപ്പെട്ടിരുന്നു. ആ മത്സരത്തിലും റിച്ചാർലിസൺ ഗോൾ കണ്ടെത്തിയിട്ടുണ്ട്. കോലോ മുവാനിയുടെ അസിസ്റ്റിൽ നിന്നും ഒരു ഹെഡർ ഗോളാണ് റിച്ചാർലിസൺ സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ PSG, ആഴ്സണൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നീ വമ്പൻ ടീമുകൾക്കെതിരെ ഗോൾ അടിക്കാൻ റിച്ചാർലിസണ് ഇപ്പോൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പതിയെ അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചെത്തുകയാണ്. അതിന്റെ കണക്കുകൾ പരിശോധിക്കാം. അവസാനത്തെ 3 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ അദ്ദേഹം നേടി. 3 ബിഗ് ചാൻസുകളാണ് ലഭിച്ചത്. അതിൽ 2 കൺവേർട്ട് ചെയ്തു. 6 ഷോട്ടുകൾ, അതിൽ 3 ടാർഗറ്റിലേക്കായിരുന്നു. 2 കീ പാസുകൾ, 15 ഡുവലുകൾ വോൺ ചെയ്തു. 4 ഫൗളുകൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. സോഫാ സ്കോറിന്റെ റേറ്റിംഗ് വരുന്നത് 7.10 ആണ്. ഇങ്ങനെയാണ് റിച്ചാർലിസന്റെ സമീപകാലത്തെ പ്രകടനം വരുന്നത്. പതിയെ അദ്ദേഹം തന്റെ ആ ഒരു മികവിലേക്ക് തിരിച്ചെത്തുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.